ലുക്ക് പറഞ്ഞാൽ കലിപ്പ് ലുക്കിലെ വണ്ടി കൊണ്ടാണ് ഇന്ന് നമ്മൾ സെയിലിന് വന്നിട്ടുള്ളത്. 2012-11 മോഡല് 4x4 ഫോർച്യൂണറാണ് നമ്മൾ ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത്. രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടിയാണ്. KL71 നമ്മൾ രജിസ്റ്റർ ചെയ്താണ്. 2ാമത്തെ ഓണറിലാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുള്ള് കണ്ടിട്ട് താല്പര്യമുള്ള ആൾക്കാർ വിളിക്കും. ഈ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ നമുക്ക് തുടങ്ങാം. ലെഫ്റ്റ് സൈഡ് പറയുകയാണെങ്കിൽ മറുകാട് അങ്ങനെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും എടുത്തില്ല. ടയർ അത്യാവശ്യം ഒരു 85%-90% തന്നെ ടയർ ഉണ്ട് കേട്ടോ. ഒറിജിനൽ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് ഒറിജിനലാണ്, ഈ ഗ്ലാസ് ഒറിജിനൽ. ഒരു കമ്പനി ഇറങ്ങിയ ഒരു രൂപത്തിൽ തന്നെ നിൽക്കണം. ഇവിടെ ഈ ഹാൻഡ് റെസ്റ്റിന് ഒരു ക്രോം വെച്ചിരിക്കണമെന്നല്ലാതെ വലിയൊരു ആൾട്രേഷൻ വർക്കൊന്നും ഈ വണ്ടിക്ക് ചെയ്തിട്ടില്ല. അലൈവിൽ വരുന്നുണ്ട്. 90% ടയറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് വരികയാണെങ്കിൽ റൈറ്റ് സൈഡ് നമുക്ക് ഡോറ് റീപ്ലേസ് വരുന്നുണ്ട്. ഈ വണ്ടിക്ക് ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ഗ്ലാസ് ആണ് കാണുന്നത്. വലിയ വേറെ അപാകതകളൊന്നും കാണാനില്ല. ഡോറ് ഇതിൻ്റെ റീപ്ലേസ് കാണുന്നുണ്ട്. അതുപോലെ ടയർ ഞാൻ പറഞ്ഞു ഓറഞ്ച് കുഴപ്പമില്ലാത്ത ടയർ. ഈ സൈഡിൽ തന്നെ അത്യാവശ്യം വൃത്തിയിൽ തന്നെയാണ് വണ്ടി ഇപ്പോൾ നിലവിലുള്ളത് കേട്ടോ. നമ്മൾ ഈ വാഹനം 2011 ടൈപ്പ് 2 ആക്കിയതാണ്. അതുപോലെ ടൈപ്പ് 1ലാണ് 2011 വരുന്നത്. ടൈപ്പ് 2ക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹെവിയിലൊരു ബോണറ്റാണ് കേട്ടോ ഇതിന് വരുന്നത്. അതേപോലെ ഇന്റർകൂൾ എഞ്ചിനാണ്. ഇന്റർകൂൾ എഞ്ചിൻ ഇതിന് മുകളിലാണ് വരുന്നത്. അതായത് നമ്മൾ ടർബോ കൂളിംഗ് സിസ്റ്റമാണ് ഇത് വരുന്നത്. അതുപോലെ അബ്രോണ് കാര്യങ്ങളൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒറിജിനൽ ബോണറ്റാണ്. 2011 വണ്ടിയാണ് ഞാൻ പറഞ്ഞു. അതുപോലെ 2982 ക്യൂബിക് കപ്പാസിറ്റിയാണ് ഈ എൻജിൻ വരുന്നത്. അത്യാവശ്യം ഭയങ്കര പവറിലെ ഒരു ഓഫ് റോഡിന് വേണ്ടി കമ്പനി ഇറക്കിയ ഒരു വണ്ടിയാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററിയും തന്നെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമ്മളെ ഈ ഫോർച്യൂണർക്ക് കയറുമ്പോൾ തന്നെ നമ്മളൊരു ഒരു വലിയൊരു വാഹനത്തേക്ക് കയറുന്ന ഫീലാണ്. അതായത് ഒരു ലോറിക്കൊക്കെ കയറുന്ന ഒരു ഫീലാണ് കേട്ടോ വണ്ടിയിൽ. ഇരിക്കാനൊക്കെ അത്യാവശ്യം ഭയങ്കര ഉയരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതേമാതിരി ഫ്രണ്ടിൽ നിന്ന് ഇവിടുന്ന് കാണുന്ന വ്യൂ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭീകര ലുക്കിലാണ് നമ്മൾ തന്നെ ഇരിക്കുക. എന്തോ ഒരു സംഭവം എന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് കേട്ടോ. ഈ വാഹനം എന്ന് പറഞ്ഞാൽ ഓടിക്കാനാണ് ഈ വാഹനം ഒരു എന്താ പറയുക ഭയങ്കര ഒരു സംഭവമാണ് ഓടിക്കാൻ. അതായത് ഇതിൽ ഇന്ന് യാത്ര ചെയ്യുന്നതിനെക്കാട്ടിലൊരു സംഭവം ഇത് ഓടിക്കാനാണ്. ഇതിൻ്റെ ഇൻറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇൻറ്റീരിയലാണ്. എയർ ബാഗ് വരുന്നുണ്ട്. ഡാഷൊക്കെ നമ്മളൊരു 16 മോഡൽ ഇന്നോവൻ്റെ ഒരു കട്ടിലാണ് വരുന്നത്. പക്ഷെ നല്ല ഉയരമുണ്ട് വണ്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയലാണ്. ഇനി നമുക്കിതൊന്ന് ഓടിച്ച് നോക്കട്ടോ. അപ്പോൾ നമ്മളെ ഈ വാഹനം നമ്മൾ എൻജിന് സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പവർ നമുക്ക് വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഗിയറൊക്കെ എടുത്തുകൊണ്ട് ക്ലച്ചൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ നല്ലൊരു പവറാണ് വണ്ടി. അതായത് എൻജിന് അത്ര കപ്പാസിറ്റി എൻജിൻ ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു ഹൈവേ റോഡ് കൂടെ ഒക്കെ ഓടിക്കണേക്കാട്ടിലും ഈ വാഹനം ഓടിക്കാനൊരു സുഖം ശരിക്കും ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളുള്ള, അതായത് ഇതിന്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അതൊരു ഫീല് ഫോർച്യൂണറിന് തന്നെ കിട്ടുള്ളൂ. അത് വേറെ ഫീലാണ്. ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് അറിയാൻ കഴിയും. ഫോർച്യൂണർ ഇവിടെ നിലവിൽ ഇപ്പോൾ 2ാമത്തെ ഓണറാണ്. നമ്മളവിടെ കൊടുന്ന ഇപ്പോൾ ഫസ്റ്റ് ഓണറായിരുന്നു. KL71ക്കാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. 2ാമത്തെ ഓണറിൽ കിടക്കുന്ന വണ്ടിയാണ്. 1,55,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. വലിയൊരു കുഴപ്പമില്ലാത്ത അപാകതമില്ലാത്തൊരു വണ്ടിയാണ്. അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുക, നിങ്ങൾ വിളിക്കുകയും. അതുപോലെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് ഇതിന് വരുന്നുള്ളത്. 11 ലക്ഷം റുപ്യ IDV വരുന്ന ഇൻഷുറൻസ് ഉണ്ട്. ഒരു 750 ലെവലിലൊക്കെ സിവിൽ സ്കോർ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ 7 ലക്ഷം റുപ്യ വരെ നമുക്ക് ഫിനാൻസും ക്ലിയർ ആക്കി കൊടുക്കട്ടോ. അതേമാതിരി നമ്മളെ ചാനലും വീഡിയോസും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും.